ഹലോ ഗേസ്, ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് എന്തിനാണെന്നറിയാമോ? കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രൊഡ്യൂസറാണോ ഡയറക്ടറാണോ എനിക്കറിയില്ല, ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സുബിതര സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്, നല്ല രസമാണ്, ദേവിയുടെ വേഷം കെട്ടിയിട്ടൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കണ്ട, മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലൊക്കെ നല്ല കാണാൻ നല്ല രസമായിട്ട്, കണ്ണൊക്കെ കാണാൻ നല്ല രസമാണ് അത്രേ. പിന്നെ എന്താണ്, ഞാൻ വേഷം കെട്ടി കഴിയുന്ന സമയത്ത് സത്യത്തിൽ ദേവി ഇറങ്ങി വന്നതാണെന്ന് തോന്നും, അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ 6-ാം തമ്പുരാനിലെ മഞ്ജു വാര്യരെ പറഞ്ഞില്ലേ, മോഹൻലാൽ, അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ നമുക്ക് കുറേ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ആൽബത്തിൽ ദേവിയുടെ വേഷം കെട്ടിയിട്ട് അഭിനയിക്കാൻ റെഡിയാണോ, ഒരു ഡാൻസ് ഉണ്ട്, ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ എടുക്കാറില്ലേ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എൻ്റെ മാഷിനോട് ചോദിച്ചിട്ട് ഞാൻ ഓക്കെ എന്ന് പറയാം. എൻ്റെ ഗുരു വന്നിട്ട് രാമകൃഷ്ണൻ മാസ്റ്ററാണ് കേട്ടോ. മാസ്റ്ററോട് ചോദിച്ചിട്ട് ഞാൻ ഓക്കെ എന്ന് പറയാമല്ലോ. അപ്പോൾ തന്നെ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് എവിടെയൊക്കെ ഒരു മൂളിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരിട്ട് എന്നെ കാണാൻ വന്നു, കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയോ? അയ്യോ, ഞങ്ങൾ വിചാരിച്ച ദേവിയുടെ ഒരു ലുക്കില്ല, കളറില്ല സുബിതയ്ക്ക്, എന്താണെന്ന് വെച്ചാൽ കളർ കമ്മിയാണ്, ഈ മുഖത്ത് ഒരു 5-6 കുട്ടി അടിക്കേണ്ടി വരും പറഞ്ഞു. എൻ്റെ ഈ മുഖത്ത് ഒരു 5-6 കുട്ടി അടിച്ചാൽ ഞാൻ ദേവിയായി മാറും പറഞ്ഞു. ആ ശരിയാണ്, ഞാൻ അല്ലെങ്കിലും ദേവി വേഷം കെട്ടി കളിക്കുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും മേക്കപ്പ് ചെയ്തിട്ട് തന്നെയാണ്, ഞങ്ങൾ ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഷം കെട്ടിയിട്ട് തന്നെയാണ് നമ്മൾ കയറി കളിക്കുക അല്ലേ. അത് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഞാനൊരു മേക്കവറാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാനെന്ത് കരുതി, സാധാരണ ഒരു മുഖം കൊണ്ട് പോയി കളിക്കാനായിരിക്കും, അങ്ങനെ ഒരു ആൽബം ആയിരിക്കുന്ന കരുതിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ വേറെ നല്ല നിറമുള്ള കുട്ടികളെ ആരെങ്കിലും തിരഞ്ഞെടുത്തോളൂ, എനിക്കറിയാവുന്നവരാരെങ്കിലും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ എനിക്ക് കൊറിയോഗ്രാഫർ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കൊറിയോഗ്രാഫർ ഞാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കൊറിയോഗ്രാഫർ ചെയ്യാൻ തന്നപ്പോഴാണ് വേഷങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതിയെടുക്കുമ്പോൾ നമുക്ക് ചിലങ്ക വേണം, വാള് വേണം, അതൊക്കെ വേണമല്ലോ ദേവിക്ക്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവിയുടെ ഫൗണ്ടേഷനും കാര്യങ്ങൾ എഴുതുമ്പോഴാണ് എന്നോട് പറയുന്നത്, കരിങ്കാളിയാണത്രേ ദേവി. എന്താ അവരോട് ഞാൻ പറയുക, ഈ കരിങ്കാളിക്ക് കളറ് വേണം. കരിങ്കാളി എന്ന് പറയുമ്പോൾ കൺമഷിയുടെ കറുത്ത നിറമാണ് നമ്മൾ ആ ഫൗണ്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എനിക്കറിയുന്നില്ല അവരെന്താ ഉദ്ദേശിച്ചത് കേട്ടോ. കറുത്ത ഫൗണ്ടേഷൻ തേക്കിയല്ലേ വേണ്ടത്? എനിക്കറിയില്ല അവരെന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു, എവിടേക്ക് ഒരു തരികടയുണ്ട്, എനിക്ക് വേണ്ട, കൊറിയോഗ്രാഫറും വേണ്ട, നിങ്ങളുടെ ആൽബം സോങ്ങിലെ ദേവിയുടെ വേഷവും വേണ്ട, അപ്പോൾ കൊടുവ. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഇടയ്ക്ക് വരും. എൻ്റെ മുഖം എങ്ങനെയാണ് നിങ്ങൾ പറയൂ? കരിങ്കാളിക്ക് പറ്റിയ മോന്തയല്ലേ ഇത്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനിയും കുറച്ച് കരി വാരി തേച്ചാലേ കരിങ്കാളിയാവുള്ളൂ. എന്നാലും ഇങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ട് ഈ ലോകത്ത്.